അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, വളരെ ഗൗരവമേറിയ ഒരു സദസ്സിലാണ് നമ്മളുള്ളത്. ഒരുപക്ഷേ ചരിത്രത്തിൽ ഇന്നോളം കണ്ടുവന്ന വിപ്ലവങ്ങളിൽ ഏറ്റവും വലിയൊരു വിപ്ലവം സംഭവിച്ച കാലഘട്ടത്തിൽ അതിവേഗം നാം ഓരോരുത്തരും നിരന്തരം ഉപയോഗിക്കുന്ന സാധാരണ ഇടങ്ങളിൽ പോലും വലിയ മാറ്റങ്ങൾ ചെലുത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇൻ്റർനെറ്റിൻ്റെ കടന്നുവരവ് സംഭവിച്ചത്. 1980കളുടെ തുടക്കത്തോടു കൂടി വളരെ പോപ്പുലറായി മാറുകയും എന്നാൽ ഇന്ത്യ പോലെയുള്ള മൂന്നാം ലോക രാജ്യങ്ങളിലേക്ക് 2000ങ്ങളുടെ പകുതിയോടുകൂടി എത്തുകയും പിന്നീട് ഏകദേശം കോവിഡാനന്തരം അതിവേഗത്തിൽ നമ്മുടെ എല്ലാം വീടകങ്ങളിലേക്ക് എത്തിച്ചേർന്ന ഒരു പ്രത്യേക വിപ്ലവ സ്വഭാവത്തിലാണ് ഇൻ്റർനെറ്റ് നമ്മുടെ എല്ലാം അടുക്കിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട വേണ്ടത്ര ധാരണയോ അറിവോ നമുക്ക് ആർക്കുമില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഞാൻ ചെറിയൊരു കണക്ക് മാത്രം പറഞ്ഞാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും. ഒരുപക്ഷേ നമ്മളെല്ലാം ഉപയോഗിക്കുന്ന യൂട്യൂബ് നമ്മളെല്ലാവരുടെയും വളരെ കോമണായി ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമാണ്. ഇന്ന് യൂട്യൂബിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള ആദ്യത്തെ 10 സ്ഥാനമുള്ള വീഡിയോകളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ അതിലേകദേശം 60% വീഡിയോകളുടെയും കോണ്ടൻറ്റ് എന്നത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ളതാണ് എന്നാണ്. ഞാൻ ആ കണക്കിൻ്റെ ഒരു ബാഹുല്യം പറയാൻ വേണ്ടി മാത്രമാണ് ചെറിയൊരു കണക്ക് മാത്രം സൂചിപ്പിച്ചത്. പറഞ്ഞു വന്നത്, ഇന്ന് യൂട്യൂബിലെ ഏറ്റവും വ്യൂസ് ഉള്ള 16 ബില്യൺ എന്നെല്ലാം പറയുന്ന വലിയ വലിയ കണക്കുള്ള വീഡിയോസ് അടക്കം യഥാർത്ഥത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് മുതിർന്നവർക്കോ വലിയ തലമുറക്കോ അല്ല എന്നതും 5 വയസ്സിന് താഴെ സ്വന്തമായി ശാരീരികമായ അവയവങ്ങൾ പോലും പൂർണ്ണമായ വളർച്ചയിലെത്താത്ത മക്കൾക്ക് അതിവേഗത്തിൽ കോണ്ടൻറ്റുകൾ നൽകുന്ന രൂപത്തിലാണ് അതിൻ്റെ എല്ലാം അൽഗോരിതം സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഈ ഒരു ക്യാമ്പയിൻ്റെ ഗൗരവം നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ്. സഹോദരങ്ങളെ, കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ എന്നതാണ് നമ്മുടെ ക്യാമ്പയിൻ്റെ തലക്കെട്ട്. ഈ ഒരു അവസരത്തിൽ ഈ ക്യാമ്പയിനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര ബിന്ദുവിലേക്ക് നിങ്ങളുടെ എല്ലാം ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മൾ പ്രധാനമായും ആവശ്യപ്പെടുന്നത് 16 വയസ്സിന് താഴെയുള്ള മക്കൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അനിയന്ത്രിതമായി ലഭ്യമാവുന്ന അവസ്ഥയിൽ നിന്നും മാറ്റം വരണമെന്നാണ്. എന്താണ് യഥാർത്ഥത്തിൽ അത്തരമൊരു പ്രമേയം മുന്നോട്ട് വെക്കാനുള്ള കാരണം? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ ഞാൻ വേർതിരിക്കുകയാണ്. ഒന്നാമത്തേത്, എന്തുകൊണ്ടാണ് 16 വയസ്സിന് താഴെയുള്ള മക്കൾ എന്ന് നമ്മൾ പ്രത്യേകമായി പറയുന്നത്. രണ്ടാമത്തേത്, മൊബൈൽ ഫോൺ എന്നോ ടെക്നോളജി എന്നോ പറയാതെ എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്ന് പ്രത്യേകമായി പറയുന്നത്. മൂന്നാമതായി, എന്തുകൊണ്ടാണ് നിലവിൽ നിയമങ്ങളിലും നിർമ്മാണങ്ങളിലും നയങ്ങളിലുമെല്ലാം വലിയ രീതിയിലുള്ള ഗ്യാപ്പുകളുണ്ട് എന്ന് നമ്മൾ ആരോപിക്കുന്നത്. ഈ 3 വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് അല്പസമയം ഞാൻ സംസാരിക്കുന്നത്. ഏറ്റവും ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ സൂചിപ്പിക്കട്ടെ, ഒരിക്കലും ടെക്നോളജിയുടെ പോസിറ്റീവ് യൂസിനെ, നമ്മൾ ഇന്ന് കാണുന്ന സോഷ്യൽ മീഡിയ അടക്കമുള്ള AI ടെക്നോളജി അടക്കമുള്ള എല്ലാ സാങ്കേതിക വിദ്യകളുടെയും പോസിറ്റീവ് യൂസേജിനെ കുറിച്ചല്ല നമ്മുടെ ആരുടെയും യുദ്ധം. മറിച്ച് അതേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തന്നെ എത്രയോ വലിയ രീതിയിലുള്ള നെഗറ്റീവ് പ്ലാറ്റ്ഫോമുകളായി മാറ്റുന്ന അപകടത്തെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ ചില വീഡിയോകളിലേക്ക് വളരെ പെട്ടെന്ന് പോവുകയാണ്. നമ്മൾ ഇന്ന് കേരളത്തിൽ ഈ വിഷയം സംസാരിക്കുമ്പോൾ തന്നെ നമുക്കെല്ലാം അറിയുന്നത് പോലെ കേരളത്തിൻ്റെ ഒരു പ്രത്യേക പശ്ചാത്തലം എന്ന് പറയുന്നത് ലോകത്ത് മറ്റ് പല രാജ്യങ്ങളും ഏറ്റെടുത്ത് പലപ്പോഴും അവർക്കെല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം കേരളീയ സമൂഹം അത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന ഒരവസ്ഥ നമ്മൾ പൊതുവിൽ കാണാറുണ്ട്. പ്രബുദ്ധരെന്ന് പറയുന്ന, സാക്ഷരരെന്ന് പറയുന്ന നമ്മൾ ജെൻഡർ തിയറിയുടെ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് നമുക്ക് എല്ലാവർക്കും അറിയാം. പോപ്പുലേഷൻ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ ഏറ്റവും തുടർച്ചയെന്ന നിലക്കാണ് നമ്മൾ സോഷ്യൽ മീഡിയ വിഷയത്തിൽ ലോകത്താകമാനം വലിയ ചർച്ചകൾ നടക്കുമ്പോഴും കേരളത്തിൽ പ്രത്യേകമായ ഗൗരവകരമായ ചർച്ചകൾ ആ വിഷയത്തിൽ നടക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് ചില വീഡിയോ ക്ലിപ്പുകളിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം, ഞാൻ കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 26-ന് അമേരിക്കയിൽ സംഭവിച്ച ഒരു കോടതി വിധിയുടെ ചെറിയൊരു വാർത്ത മാത്രം നമുക്കൊന്ന് പെട്ടെന്ന് കാണാം. ആ കോടതി വിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകെത്തുക എന്ന് പറയുന്നത്, കുട്ടിക്കാലം കുട്ടികളിൽ നിന്ന് നഷ്ടപ്പെടുത്തിയെന്ന് പറഞ്ഞ രക്ഷിതാക്കൾ കൊടുത്ത കംപ്ലൈൻറ്റിൻ്റെ പേരിൽ അമേരിക്കയിലെ ഒരു സ്വകാര്യ കോടതി 20 കോടി രൂപ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് അഥവാ ഫൈൻ ചുമത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. In breaking news out of the US now, Meta and Google have been found guilty on all counts in a landmark trial that could shape the social media landscape. The social media giants have been found liable in the civil trial of a 20-year-old. Do you find social media addictive, and should it be banned for children?
It's already happened in Australia. തൊട്ടു മുൻപ് നിങ്ങൾ കണ്ടത് US-ലെ കഴിഞ്ഞ ദിവസത്തെ വാർത്തയാണ്. അമേരിക്കൻ കോടതിയിലേക്ക് രക്ഷിതാക്കളടക്കമുള്ള ഒരു സമൂഹം പോയി കേസ് കൊടുക്കുന്നത് തങ്ങളുടെ കുട്ടികളുടെ ചൈൽഡ്ഹുഡ് ബാല്യകാലം നശിപ്പിച്ചു എന്ന പേരിലാണ്. ഇതിന് സമാനമായ ഒരു വാർത്തയാണ് നമ്മൾ ഓസ്ട്രേലിയയിൽ ഈ നിയമം പാസ്സാക്കിയപ്പോഴും കേട്ടത്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു വാർത്തയായിരിക്കും ഓസ്ട്രേലിയയിൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ ഒരു നിരോധനം രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞ വാർത്ത. പക്ഷേ ആ നിരോധനം രേഖപ്പെടുത്തിയപ്പോൾ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഏറ്റവും പ്രധാനമായും മുന്നോട്ട് വെച്ച ഒരു വാദം എന്ന് പറയുന്നത് വി ഡോണ്ട് വാണ്ട് അവർ ചിൽഡ്രൻസ് ചൈൽഡ്ഹുഡ് ടു ബി സ്റ്റോളൺ എന്നുള്ളതാണ്. ഞങ്ങളുടെ കുട്ടികളുടെ കുട്ടിക്കാലത്തെ, ഞങ്ങളുടെ കുട്ടികളുടെ ബാല്യകാലത്തെ ആരും കവർന്നു പോകുന്നത് ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അത്ര ഗൗരവത്തിൽ ഒരു പാർലമെൻറ്റ് പോലും അതിനൊരു നിയമം പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. തൊട്ടടുത്തത് നിങ്ങൾ കണ്ടത് UK-യിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ കഴിഞ്ഞ മാസത്തിൽ UK ഗവൺമെൻറ് പ്രൈം മിനിസ്റ്റർ ഈ ഒരു നയം പ്രഖ്യാപിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ചില വീഡിയോകൾ പെട്ടെന്ന് കാണാം. I want to be really clear. It's not, if things are going to change, things are going to change. If you're under 16 and in Indonesia, you shouldn't be able to see this. The country is blocking a whole slew of social media platforms for children and young teens, a move authorities say is meant to protect them against addiction and online abuse. Those under the age of 16 cannot have their own accounts on YouTube, TikTok, Facebook, Instagram, Threads, X, and Bigo Live. The same goes for the gaming platform Roblox. Authorities also say the ban is to limit children's exposure to harmful content. The charity UNICEF said in 2023 that roughly half of the more than 500 children it surveyed in Indonesia had been exposed to sexual images on social media. ഓക്കെ, ഞാൻ ആ ഒരു വീഡിയോയിലേക്ക് അധികം പോകുന്നില്ല. ചുരുക്കത്തിൽ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളെല്ലാം അവരുടെ പാർലമെൻറ്റുകളിലും അവരുടെ പ്രധാനപ്പെട്ട നിയമനിർമ്മാണ സഭകളിലും ഈ വിഷയത്തെ ഉന്നയിക്കുന്നൊരു സാഹചര്യത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. പക്ഷേ വിസ്ഡം സ്റ്റുഡൻസ് ഏകദേശം 5-6 മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ വിഷയം സജീവമായി ഉന്നയിക്കുകയും നമ്മുടെ പ്രധാന പ്രോഗ്രാമുകളിലൂടെ ഇത് മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്നുള്ളത് നമ്മുടെ കുട്ടികളുടെ അടുക്കിലേക്ക് ഇത്രയും മാരകമായ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കൈമാറപ്പെടുന്ന മൊബൈൽ ഫോൺ, ഈ മൊബൈൽ ഫോൺ എത്തപ്പെടുന്നത് എങ്ങനെ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ കുട്ടികൾക്ക് നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കാറുള്ളത് 2 സാഹചര്യത്തിലാണ്. മുൻപൊക്കെ അത് 10ാം ക്ലാസ്സിലോ +2-ലൊക്കെ ഒരു ഫുൾ A+ കിട്ടിയാൽ സന്തോഷത്തിന് നമ്മൾ റിവാർഡായി പ്രഖ്യാപിക്കാറുള്ളത് ഐഫോണാണ്, അല്ലെങ്കിൽ പല മൊബൈൽ ഫോണുകളാണ്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറ്റൊരു ഭാഗത്ത് ഇന്ന് ചെറിയ കുട്ടികൾക്ക് പോലും ഒന്ന് കരഞ്ഞ് വാശി പിടിക്കുമ്പോൾ, ഒന്ന് ഭക്ഷണം കൊടുക്കുമ്പോൾ അവരുടെ കയ്യിലേക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, അതല്ലെങ്കിൽ ഈ ഷോർട്സും റീൽസും കൊടുക്കുന്ന രക്ഷിതാക്കൾ നമ്മുടെ നാട്ടിൽ സുലഭമാണ്. ഒരു വേള അതില്ലാത്ത രക്ഷിതാക്കളെ നമ്മൾ തപ്പിക്കണ്ടുപിടിക്കും േണ്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കും എന്നുള്ളതാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഒന്നാമതായി നമ്മുടെ പോയിന്റ്. കുട്ടികളുടെ കയ്യിലേക്ക് അത്ര നിസ്സാരമായി കൊടുക്കാൻ പറ്റുന്ന ഒരു ഗാഡ്ജറ്റ് അല്ല മൊബൈൽ ഫോൺ. സഹോദരങ്ങളെ, 18 വയസ്സ് കഴിഞ്ഞാൽ പോലും ഒരു കുട്ടിക്ക് നമ്മുടെ കയ്യിൽ നിന്നും ഒരു വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവന് H-ഉം L-ഉം 8-ഉം എല്ലാം ഇട്ട് കൃത്യമായ പരിശോധനകൾ നടത്തുന്ന നമുക്ക് ഇത്രയും അപകടം പിടിച്ച ഒരു ഗാഡ്ജറ്റ് കയ്യിൽ കൊടുക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ളൊരു മുൻധാരണയും ഇല്ല എന്നുള്ളത് എത്ര വലിയ അപകടമാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണമെന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഓസ്ട്രേലിയൻ ഗവൺമെൻറ് മുന്നോട്ട് വെച്ച വാദഗതികൾ പലപ്പോഴും നമുക്കൊക്കെ ഇതിലൊരു സംശയമുള്ളത്, ഇത് എങ്ങനെയാണ് നടപ്പിലാക്കുക? പലപ്പോഴും ഈ 16 വയസ്സിന് താഴെ എന്ന് പറയുമ്പോൾ ഇന്ന് 16 വയസ്സിന് താഴെ എന്നല്ല 60 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും അഡിക്റ്റാണ് എന്ന് പറയുന്ന രൂപത്തിലാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മുന്നോട്ട് പോകുന്നത്. അഥവാ വൃദ്ധരായ ആളുകൾ മുതൽ കുഞ്ഞു മക്കൾ വരെയും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് 16 വയസ്സിന് താഴെ എന്ന ചോദ്യത്തിൻ്റെ കൃത്യമായ ഉത്തരം ഇവിടെ നമ്മൾ സ്റ്റേറ്റ് ചെയ്യുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കുട്ടികളുടെ മാനസികമായ, ശാരീരികമായ ഏറ്റവും പ്രധാനപ്പെട്ട വളർച്ചയുടെ കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്നുള്ളതാണ്. 16 വയസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സാധാരണയായി 10ാം ക്ലാസ് കഴിയുന്ന പ്രായമാണ്. ആ പ്രായത്തിൽ ഒരു കുട്ടിയുടെ പക്വത എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ പ്രായത്തിന് മുൻപ് തന്നെ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ എത്തുക എന്ന അപകടത്തെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രധാനമായും സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അവരുടെ എല്ലാം തലച്ചോറിൽ ഉണ്ടാക്കിയെടുക്കുന്ന കൃത്യമായ ചില കോൺസെപ്റ്റുകളുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ പ്രീ ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്ന ഈ ബുദ്ധിയുടെ, വിവേകത്തിൻ്റെയും വികാരത്തിൻ്റെയും വിവരശേഖരണത്തിൻ്റെയും എല്ലാം ഇടങ്ങൾ, ആ ഇടങ്ങൾ പൂർണ്ണ വളർച്ച എത്താത്ത സമയത്ത് ഈ സോഷ്യൽ മീഡിയ എക്സസീവ് യൂസേജ് അവർക്കുണ്ടാക്കുന്ന തെറ്റായ കോൺസെപ്റ്റുകളെ തിരുത്തുക എന്നതുകൂടിയാണ് നമ്മുടെ രണ്ടാമത്തെ ലക്ഷ്യം എന്നുള്ളതാണ്. അതുകൊണ്ട് കൃത്യമായി പറഞ്ഞാൽ നമുക്ക് 16 വയസ്സിന് താഴെ എന്ന് സ്പെസിഫിക് ആയി പറയാനുള്ള ഒരു കാരണം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവരുമ്പോൾ എല്ലാവർക്കുമുള്ള ഒരു പ്രായോഗികമായ ആശങ്ക എന്ന് പറയുന്നത് ഇത് എങ്ങനെ നടപ്പിലാക്കുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ തന്നെ ഉപയോഗിച്ച എത്രത്തോളം സോഷ്യൽ മീഡിയ ആപ്പുകൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നില്ല?
ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യയിലടക്കം വലിയ രീതിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു ടിക്ടോക്ക് എന്നത്. ടിക്ടോക്ക് ഒരു അർദ്ധരാത്രിയിൽ നിരോധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പിറ്റേ ദിവസം മുതൽ ഇവിടെ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? ഗവൺമെൻറ് കൃത്യമായ നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പാകതയുള്ളൊരു സമൂഹമായി ഇന്ത്യൻ സമൂഹം മാറിയിട്ടുണ്ട്. ഇനി അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും അത്തരത്തിൽ ഒരു ടെറിറ്റോറിയൽ ബോർഡറിനുള്ളിൽ ഒരു ഗവൺമെൻറ്റിന് ഇത്തരം നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നതാണ് ടിക്ടോക്ക് ബാനിലൂടെ നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ നയനിർമ്മാണങ്ങളിലൂടെ നമുക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നതിന് സംശയമില്ല. രണ്ടാമത്തെ രൂപം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് എൻ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇമെയിൽ ഐ ഡികളാണ്. ഇമെയിൽ ഐ ഡി ഉപയോഗിക്കാൻ യാതൊരു രൂപത്തിലുള്ള വെരിഫിക്കേഷനെയും ആവശ്യമില്ല. ഒരാൾക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അയാൾക്ക് ഏത് പേരിലും എന്ത് ഫേക്ക് നെയിമിലും ഒരു ഇമെയിൽ ഐ ഡി തുടങ്ങാം. ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മിക്കവാറും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്കും നമുക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു അവസ്ഥ ഇനി ഉണ്ടാവരുത്. മറിച്ച് മൊബൈൽ ഫോൺ നമ്പറിലൂടെ മാത്രം കൃത്യമായി നമ്മുടെ ബയോമെട്രിക്സ് ഐ ഡിയെ കണക്ട് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണിലൂടെ മാത്രമേ കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് എൻട്രി കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ പ്രായം കൃത്യമായും വെരിഫൈ ചെയ്യപ്പെടുമെന്നുള്ളതാണ്. മൂന്നാമത്തെ രൂപം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള രാജ്യങ്ങളെല്ലാം പരീക്ഷിച്ച് വിജയിച്ചൊരു ഭാഗം എന്ന് പറയുന്നത് ബയോമെട്രിക് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതാണ്. പലപ്പോഴും അതിൽ ആളുകൾ ആശങ്ക പറയാറുള്ളത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നാണ്. പക്ഷേ ഇന്ത്യയിലെ നിലവിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട നിയമ സംവിധാനങ്ങൾ ഞാൻ പെട്ടെന്ന് വായിക്കാം. അതിൽ ഒന്നാമത്തേത് ഇന്ത്യയിലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്നുള്ളതാണ്. IT ആക്ട് 2000 കൊണ്ടുവന്ന IT ആക്ടിൻ്റെയും രണ്ടാമത്തേത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മുന്നോട്ട് വെച്ചിട്ടുള്ള ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബിൽ എന്ന് പറയുന്ന 2011 തുടർന്ന് 2022 കൂടി റീപ്ലേസ് ചെയ്തിട്ടുള്ള ആ രണ്ടാമത്തെ ബില്ലോട് കൂടിയും മൂന്നാമതായി നീതി ആയോഗ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഐരാവത് എന്ന് പറയുന്ന നാഷണൽ സ്ട്രാറ്റജി ഓൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന 2018 നിയമപ്രകാരം AI റിസർച്ച് അനാലിറ്റിക്സ് ആൻഡ് നോളജ് അസിമുലേഷൻ പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞ് കൃത്യമായ രൂപത്തിൽ സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിൽ തന്നെ ഇത്തരത്തിലൊരു നയനിർമ്മാണം നടത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ നയനിർമ്മാണത്തിലുള്ള കൃത്യമായ ലൂപ്പ് ഹോളുകളെ പരിശോധിക്കപ്പെടണമെന്നുള്ളതാണ് നമ്മുടെ ക്യാമ്പയിൻ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ സൂചിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഇത്തരത്തിലൊക്കെ നമ്മൾ പറയുമ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോഴേക്കും എന്ത് അപകടമാണ് സംഭവിക്കുന്നതെന്ന് ഇന്നും നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഒരു പക്ഷേ നമ്മുടെ മുമ്പിലുള്ള രക്ഷിതാക്കളെല്ലാം വിചാരിച്ചിട്ടുള്ളത് നമ്മൾ അഡിക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഏത് തരം അഡിക്ഷൻ? ടൈം അഡിക്ഷൻ. ഒരു സമയം നിയന്ത്രിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഈ കൺസംഷനെ കുറിച്ചാണ് പറയുന്നതെന്നാണ് പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. പക്ഷേ അത് മാത്രമല്ല നമ്മുടെ ക്യാമ്പയിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. മറിച്ച് കുട്ടികൾ ഈ വിഷയത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അപകടങ്ങൾ നിങ്ങൾ കൃത്യമായി ഒന്ന് കേൾക്കണം. ഞാൻ ചില വീഡിയോ ക്ലിപ്പുകളിലൂടെ നിങ്ങളെ വളരെ പെട്ടെന്ന് കൊണ്ടുപോകാം. മലയാളത്തിൽ കേരളക്കരയിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടയിൽ മാത്രം കുട്ടികൾക്കിടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അപകടകരമായ വാർത്തകളിൽ ചിലത് നിങ്ങളൊന്ന് പെട്ടെന്ന് കേട്ടു നോക്കൂ. കുട്ടികളുടേതുൾപ്പെടെ അശ്ലീല വീഡിയോകൾ ടെലഗ്രാം വഴി വിൽപ്പന നടത്തിയ യുവാവിനെ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ എല്ലാവരും ഇത് മെയിൻലി അറിഞ്ഞിരിക്കേണ്ടത് ഈ കുട്ടികളുടെ പേരൻസ് എല്ലാവരുമാണ്. വെറുതെ ഒരു ഫോൺ വാങ്ങിച്ച് മാത്രം കൊടുത്താൽ പോരെ. ഇവന്മാർ അതിനകത്ത് എന്തൊക്കെയാ ചെയ്യണേന്ന് നിങ്ങൾക്ക് നോക്കാനുള്ള സമയമില്ലെങ്കിൽ ഈ സാധനം മേടിച്ചു കൊടുക്കരുത്. ഏജിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വയസ്സ് ചോദിച്ചു വന്നപ്പോഴാണ് ഞാൻ അടുത്തത് ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരുത്തനാണ് ഈ ടെലഗ്രാമിൽ ഇത് വിറ്റോണ്ടിരിക്കുന്നത്. അതായത് ഈ പറയുന്ന സെലിബ്രിറ്റീസിൻ്റെ ആയിക്കോട്ടെ, നിങ്ങൾ ഒരാളുടെ ഫോട്ടോ കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ ആയിക്കോട്ടെ, അവരുടെ വീഡിയോസ് നിങ്ങൾക്ക് ഡീപ്പ് ഫേക്ക് വെച്ചിട്ട് AI ആയിട്ട് എഡിറ്റ് ചെയ്ത് ന്യൂഡായിട്ട് തരുന്ന ടീം. ഞാനത് എന്താണെന്ന് വളരെ പെട്ടെന്നൊന്ന് പറയാം. കുട്ടികൾ ടെലഗ്രാം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിലൂടെ മാത്രം ന്യൂഡിറ്റി നിറഞ്ഞ നഗ്നത നിറഞ്ഞ ചിത്രങ്ങൾ പരസ്പരം കൈമാറുകയും അത് ഓപ്പറേഷൻ പി ഹണ്ട് എന്ന പേരിൽ കേരള പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പിടിക്കുകയും വലിയ രീതിയിലുള്ള ഒരു എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വലിയ രീതിയിലുള്ള ഒരു റെയ്ഡിലൂടെ വലിയ രീതിയിലുള്ള കുട്ടികളെയാണ് അതിൽ പിടിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ വായിക്കുന്ന കണക്ക് എന്ന് പറയുന്നത് അതിൽ പിടിക്കപ്പെട്ട പല കുട്ടികളുടെയും പ്രായം എന്ന് പറയുന്നത് 15, 14, 13 വയസ്സെന്നാണെന്നുള്ളതാണ്. ഇനി ഇപ്പോൾ ഈ പറഞ്ഞ് കേട്ട വാർത്തയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വേള സ്വന്തം വീട്ടിലെയും സ്വന്തം കുടുംബത്തിലെയും അതിനപ്പുറത്തേക്ക് നമ്മൾ ദൈനംദിനം കാണുന്ന ആളുകളെ വരെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അവരുടെ ചിത്രങ്ങൾ പരസ്പരം കൈമാറി അതിന് പണമുണ്ടാക്കുന്ന മക്കളുടെ പ്രായം എന്ന് പറയുന്നത് 15, 14, 13 എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് മറ്റു ചില വാർത്തകൾ കൂടി കേൾക്കാം. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ പീഡിപ്പിച്ച്
ഗർഭിണിയാക്കിയ കേസിൽ 21-കാരന് 60 വർഷം കഠിന തടവ് വിധിച്ചു. സാമൂഹ്യ മാധ്യമം വഴി പരിചയപ്പെട്ട് ബന്ധം ദൃഢമാക്കി പ്രണയം നടിച്ച് നഗ്നചിത്രങ്ങൾ കൈക്കലാക്കിയ ശേഷം തമ്മിൽ പിണങ്ങിയപ്പോൾ ചിത്രങ്ങൾ സുഹൃത്തുക്കൾക്ക് അയച്ചു നൽകിയ സ്നാപ്ചാറ്റ് വഴി പരിചയപ്പെട്ട പെൺകുട്ടിയോട് ആദ്യം സൗഹൃദവും പിന്നെ വിവാഹ വാഗ്ദാനവും നൽകി. വിശ്വാസം നേടിയപ്പോൾ പെൺകുട്ടിയുടെ നഗ്ന ഫോട്ടോകൾ കൈക്കലാക്കി. അടുത്ത പണി സ്വർണ്ണ തട്ടിപ്പ്. അന്ന് പിടിച്ചപ്പോൾ ഒരു പയ്യൻ 15 വയസ്സ് മാത്രം പ്രായമുള്ള പയ്യന് 15 വയസ്സ്, 12, 13, 15, 16, 17 വയസ്സുള്ള പയ്യന്മാരാണ് ഈ ഗ്രൂപ്പൊക്കെ ഹാൻഡിൽ ചെയ്യണം. അതിൻ്റെ അകത്തൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അത് പോരെങ്കിൽ അതിന് കൂടിയ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കയറിയിട്ട് കാശ് കൊടുത്താൽ കിട്ടും. ഈ വിഷയത്തിൽ കുട്ടികൾ ഇന്ന് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ചാണ്. ഇവിടെ കേട്ട പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നത് സ്നാപ്ചാറ്റാണ്, ഇൻസ്റ്റഗ്രാമാണ്, ഫേസ്ബുക്കാണ്, യൂട്യൂബാണ്. ഇതെല്ലാം ഇന്ന് മുതിർന്നവരും കുട്ടികളും എല്ലാം വീട്ടിൽ ഒന്നിച്ചിരുന്ന് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകളാണ്. അതേ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ കാണാത്ത അപകടത്തിന് മറ്റൊരു ലോകമുണ്ട് എന്ന് നമ്മൾ എത്രത്തോളം ഭയപ്പെടുത്തേണ്ടതാണ്. അത് മാത്രമല്ല, അത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെ കുട്ടികൾ സമ്പാദിക്കുന്നുണ്ട്. ഒരു വേള ആ സമ്പാദിക്കുന്ന സമ്പാദ്യം പലപ്പോഴും ഇത്തരം ചിത്രങ്ങൾ വിറ്റുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഇത് കേരളത്തിൽ ഒറ്റപ്പെട്ട വാർത്തയല്ല സഹോദരങ്ങളെ, ഒറ്റപ്പെട്ട വാർത്തയല്ല. അത്രയും ഭീകരമായ കണക്കുകളാണ് ഇതിന് പുറകിലൂടെ നമ്മൾ വായിക്കുന്നത് എന്നുള്ളതാണ്. ഇനി അവിടെയും അവസാനിച്ചിട്ടില്ല. ഇന്ന് ലോകത്താകമാനമുള്ള പോണോഗ്രഫിക്കൽ കണ്ടന്റ്സ്, അശ്ലീലമായ കാഴ്ചകൾ കാണുന്ന ആളുകളുടെ എണ്ണത്തിൻ്റെ കണക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യം ഇന്ത്യയാണ്. ആ ഇന്ത്യയിൽ തന്നെ ഈ കണക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം കേരളമാണ്. ഈ പോണോഗ്രഫിക്കൽ കോണ്ടന്റ്സ് എന്ന് പറയുന്നത് കാണുന്ന കണക്കുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഒരു ഭാഗത്തുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ VPN ഉപയോഗിച്ചുകൊണ്ട് മറ്റ് പല പ്രൈവസി ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾ ഇത് കൺസ്യൂം ചെയ്യുന്നത് ഇതിനേക്കാൾ അപ്പുറത്തുള്ള കണക്കുകളാണ്. ഞാൻ പറയുന്നത് ഇത്തരം നമ്മൾ കൊടുക്കുന്ന അതേ മൊബൈൽ ഗാഡ്ജറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത്രയും വലിയ അപകടത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇത് എന്നുള്ളതാണ്. ഇനി അവിടെയും അവസാനിച്ചിട്ടില്ല. ഇന്ന് കുട്ടികൾ അകപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കെണിയാണ് ഗെയിം അഡിക്ഷൻ എന്നുള്ളത്. ഗെയിം അഡിക്ഷൻ മൂലം ഒരു വേള പലപ്പോഴും വലിയ രീതിയിലുള്ള ആത്മഹത്യ കണക്കുകൾ വരെ നമ്മൾ കേരളത്തിൽ കണ്ടു. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇത്തരത്തിലൊരു വാർത്ത നമ്മൾ വായിച്ചതാണ്. ഗെയിം അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു വേള കുട്ടികൾ നിരന്തരമായി ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, ഓരോ ലെവലുകൾ കടക്കുമ്പോഴും ഫോൺ എടുത്തു വെക്കാൻ പറ്റാതെ അമിതമായ വാശി പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ രക്ഷിതാക്കൾ പലപ്പോഴും നമ്മളെ കോൺടാക്ട് ചെയ്യും. ഇനി എന്താണ് ചെയ്യുക എന്നുള്ള ചോദിക്കുക. ഇനി എന്താണ് ചെയ്യുക? സഹോദരങ്ങളെ, ഒരു പരിധി കഴിഞ്ഞാൽ അഡിക്ഷനിൽ നമുക്ക് പിന്നെ പരിഹാരം എന്ന് പറയുന്നത് പിടിച്ച് പൂട്ടിയിടൽ മാത്രമാണ്. ഇവിടെ സ്വാഗതത്തിൽ അജ്വദ് സൂചിപ്പിച്ചു. അത് പലപ്പോഴും ഡ്രഗ് അഡിക്ഷനുകളിൽ നമ്മൾ മാരകമായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെ ആദ്യമൊക്കെ കൗൺസിലിംഗ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അവരെ ജയിലിൽ ഡി അഡിക്ഷൻ സെൻറ്റർ നമ്മൾ പൂട്ടിയിടാറുണ്ട്. അതുപോലെ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ ഗെയിം അഡിക്ഷൻ മൂലം പൂട്ടിയിടപ്പെട്ട കുട്ടികൾ നമ്മുടെ നാട്ടിലെ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ നമ്മൾ നിത്യക്കാഴ്ചയായി കാണുന്നു എന്ന് പറയുമ്പോൾ അത് നിസ്സാരമല്ല. പലപ്പോഴും ഗെയിമിനെ കുറിച്ചൊക്കെ രക്ഷിതാക്കളുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അതൊക്കെ കുട്ടികൾ കളിക്കുന്ന കളിയല്ലേ, അതൊക്കെ കുറച്ച് നേരം ഒരു കളിച്ചോട്ടെ എന്നുള്ളതാണ്. സഹോദരൻ, ഇന്ന് കുട്ടികൾ കളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗെയിമുകളിൽ ഇന്ന് ഏറ്റവും പോപ്പുലറായ 3 ഗെയിമുകളെ കുറിച്ച് ഞാൻ പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മിനി മിൽഷ എന്ന് പറയുന്ന ഗെയിമാണ്. രണ്ടാമത്തേത് ഫ്രീ ഫയർ എന്ന് പറയുന്ന ഗെയിമാണ്. ഈ 2 ഗെയിമുകൾ പരിശോധിച്ചാൽ, ഞാൻ പേരെടുത്ത ഗെയിമിൻ്റെ പേര് പറയാനുള്ള കാരണം അത് അത്രത്തോളം പോപ്പുലർ ആണെന്നുള്ളതുകൊണ്ടാണ്. ഈ 2 ഗെയിമുകൾ നോക്കിയാലും വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന, ഒരു വേള വെടിവെച്ച് ബോംബിട്ട് ആളുകളെ തകർക്കുന്ന, അതുവഴി ലെവലുകൾ കടക്കുന്ന ഗെയിമുകളാണ്. എന്നിട്ട് ഇതൊക്കെ നിസ്സാരമായി കാണുമ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ഞാൻ ചെറിയൊരു ഉദാഹരണം മാത്രം പറയാം. ഒരാൾ തോക്കെടുത്ത് ഒരാളെ വെടിവെച്ചു എന്ന് പറഞ്ഞാലോ, ഒരു ബോംബ് പൊട്ടിയെന്ന് പറഞ്ഞാലോ നമ്മുടെയൊക്കെ മനസ്സിലൊരു ഇമേജ് വരുന്നുണ്ട്. ആ ഇമേജ് എങ്ങനെ രൂപീകരിച്ചത്? നമ്മളെല്ലാം കണ്ട കാഴ്ചകളും കൺസ്യൂം ചെയ്ത കണ്ടന്റ് വെച്ചാണ് അത് രൂപീകരിക്കുന്നത്. എന്നാൽ കുഞ്ഞു മക്കളുടെ തലച്ചോറിലേക്ക് ഇത്തരം വയലന്റ് കണ്ടന്റുകൾ കുത്തിക്കയറ്റുമ്പോൾ എത്ര വലിയ അപകടത്തിലേക്കാണ് അവർ ചെന്നെത്തുന്നത്. അവിടെയും അവസാനിച്ചോ? ഇല്ല. ഈ ഗെയിമുകൾക്ക് ലെവൽ സംവിധാനമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞതുപോലെ ഓരോ ഘട്ടത്തിലും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള ഒരു വിഭ്രാന്തി കുട്ടികൾക്ക് ഉണ്ടാകുന്നതോടുകൂടി പിന്നീട് ഫോൺ മാറ്റിവെച്ചാൽ അതവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രൂപത്തിൽ വൈകാരിക തലങ്ങളിലേക്ക് അവർ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഗെയിം അഡിക്ഷൻ അടക്കമുള്ള ഈ വിഷയങ്ങൾ അടക്കമാണ് നമ്മൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കാനുള്ളത്. മൂന്നാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് വയലൻസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വയലൻസ് എന്ന് പറയുമ്പോൾ അക്രമാസക്തമായ കൗമാരത്തെ നമ്മൾ ഇന്ന് ധാരാളമായി കാണുകയാണ്. സ്കൂളുകളിൽ ഓരോ സെൻഡ് ഓഫ് പാർട്ടികൾ കഴിയുമ്പോഴും ഓരോ ഫെയർവെൽ പാർട്ടികൾ കഴിയുമ്പോഴും വേണ്ട പരീക്ഷകൾക്ക് പോയിട്ട് വരെ കുട്ടികൾ പരസ്പരം തല്ലുകൂടുന്നു, അധ്യാപകരുടെ മെക്കിട്ട് കയറുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? അവിടെയും നമ്മൾ കൃത്യമായും കാണണം. ചില ക്ലിപ്പുകൾ മാത്രം നിങ്ങൾക്കിത് കാണാം. ഓക്കെ, ഞാൻ ആ വിഷയം ഒന്ന് വിശദീകരിക്കുകയാണ്. ഈ വിഷയത്തിൽ പലപ്പോഴും കുട്ടികൾ തല്ല് കൂടുന്നു എന്നതിനപ്പുറത്തേക്ക് നമ്മൾ കാണേണ്ട കാഴ്ച എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില സിനിമകൾ ഇറങ്ങിയപ്പോൾ ആ സിനിമകൾ ഇവിടെ വലിയ രീതിയിൽ ഗ്ലോറിഫൈ ചെയ്യപ്പെടുകയും ആ സിനിമകൾ കുട്ടികൾക്ക് വരെ കാണിച്ചു കൊടുക്കാൻ യാതൊരു സെൻസർഷിപ്പും ഇല്ലാതിരിക്കുകയും അത് മുഖേന
ആ സിനിമകളുടെ പേരിൽ തന്നെ കുട്ടികൾ മാസ് വീഡിയോകൾ ഇറക്കി അവരുടെ എല്ലാം സ്റ്റുഡൻസ് ഗ്രൂപ്പ് പേജുകളിൽ പോസ്റ്റ് ചെയ്യുകയും അതൊരു മത്സരമായി കാണുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് അവസാനം എത്തിയത്. നിങ്ങളിപ്പോൾ കണ്ട ആ വീഡിയോകൾ അടക്കമുള്ള വീഡിയോകൾ എന്ന് പറയുന്നത് കുട്ടികൾ അവർ വലിയ രീതിയിൽ എന്തോ ഒരു സംഭവം ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്ത വീഡിയോകളാണ്. മറ്റൊരാളെ ഉപദ്രവിക്കുന്നതും മറ്റൊരാളെ അപകീർത്തിപ്പെടുത്തുന്നതുമെല്ലാം അതൊരു തൻ്റെ ഒരു മാസ് ഗ്ലാമർ കാര്യങ്ങളാണ് എന്ന് പറയുന്ന രൂപത്തിലുള്ള ചിത്രങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നുള്ളതാണ്. ഇത് വലിയ കുട്ടികളിൽ നിന്നും ഇന്ന് കുഞ്ഞു മക്കളിലേക്ക് വരെ എത്തി എന്നുള്ളത് നമ്മൾ ഗൗരവത്തിൽ വായിക്കേണ്ടതാണ്. ഞാൻ ചുരുക്കത്തിൽ പറയുന്നത് ഈ വയലന്റ് കണ്ടന്റുകൾ ഇന്ന് വളരെ വലിയ രൂപത്തിൽ നമ്മുടെ കുട്ടികളുടെ അടുക്കലേക്ക് എത്തുന്നു എന്നുള്ളത് അടുത്തൊരു അപകടമാണ്. നാലാമത്തെ അപകടമാണ് ഫൈനാൻഷ്യൽ ട്രാപ്പുകൾ, സാമ്പത്തികമായ തട്ടിപ്പുകൾ എന്നുള്ളത്. ഒരു വേള മുതിർന്നവർക്ക് പോലും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത അപകടകരമായ തട്ടിപ്പുകളിലേക്ക് എത്തപ്പെടുമ്പോൾ കുട്ടികൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളിലേക്കാണ് എത്തിപ്പെടുന്നത്. ഞാൻ ഒരു ചെറിയ കണക്ക് മാത്രം പറയാം. ഇന്ന് നമ്മുടെ കുട്ടികൾ കളിക്കുന്ന ഗെയിമുകളിലെ ചില ഗെയിമുകൾ അവർ കളിച്ചെത്തുന്ന ലെവലുകൾ, അക്കൗണ്ടുകൾ അവർക്ക് വിറ്റാൽ നിസ്സാരമായി അവർക്ക് ലഭിക്കുന്നത് 10,000-ങ്ങളാണ്. ഓരോ അക്കൗണ്ടുകൾ വിൽക്കുമ്പോഴും 10,000 രൂപ കണക്കിന് സമ്പാദിക്കുന്ന കുട്ടികൾ നമ്മുടെ എല്ലാം വീടകങ്ങളിലുണ്ട് എന്ന് പറയുമ്പോൾ അത്രയും ഗൗരവം ആ വിഷയത്തിലുണ്ട്. അവിടെ അവസാനിക്കുന്നില്ല. തെറ്റായ രൂപത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളും മറ്റും കണ്ടിട്ട് ചെറിയ രീതിയിലുള്ള പണമെല്ലാം മോഷ്ടിച്ച് സ്വന്തം ഉപ്പയുടെയും ഉമ്മയുടെയും എല്ലാം കയ്യിൽ നിന്ന് മോഷ്ടിച്ച് കുട്ടികൾ അതിലേക്കെല്ലാം പ്രചോദിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ പോലും നമ്മൾ കാണുന്നു എന്നുള്ളത് നമ്മളെ പേടിപ്പിക്കേണ്ടതാണ്. അഞ്ചാമത്തെ ഏറ്റവും അവസാനത്തെ വിഷയം എന്ന് പറയുന്നത്, ഇത് തുടർന്ന് പോയാൽ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് എണ്ണിപ്പറയാനുണ്ടെങ്കിലും അഞ്ചാമത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം AI കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. AI എന്ന് പറയുമ്പോൾ ഒരു വേള ഒരുപാട് പോസിറ്റീവ് സൈഡുകൾ ഉണ്ടെങ്കിലും നമ്മൾ ഇന്ന് കാണുന്ന AIയുടെ ഏറ്റവും ബാല്യകാലം, AI-യുടെ ഏറ്റവും ബാല്യകാലത്താണ് നമ്മളെല്ലാവരും ഉള്ളത്. 2026 എത്തുമ്പോഴും യഥാർത്ഥത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ബാല്യകാലത്തിൽ മാത്രമേ നമ്മൾ എത്തിയിട്ടുള്ളൂ. ഇനി സിന്തറ്റിക് ഇൻ്റലിജൻസിൻ്റെയും സൂപ്പർ ഇൻ്റലിജൻസിൻ്റെയും എല്ലാം കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തും. അവിടെ നിന്ന് നമ്മൾ സിന്തറ്റിക് ബയോളജിയുടെ കാലത്തേക്ക് നമ്മൾ പോകും. പിന്നീട് സൈബോർഗുകളുടെ കാലഘട്ടത്തിലേക്കും റോബോട്ടുകളുടെ കാലത്തേക്കൊക്കെ നമ്മൾ പോയേക്കാം. ആ സാഹചര്യത്തിലെല്ലാം യഥാർത്ഥത്തിൽ ഈ ഒരു തുടക്ക കാലഘട്ടത്തിൽ തന്നെ AI-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ സമൂഹം എത്തിയ അപകടം എത്രത്തോളം എന്ന് വെച്ചാൽ കേരളത്തിലടക്കം അറിയപ്പെടുന്ന നടന്മാരുടെയും നടിമാരുടെയും എല്ലാം നഗ്ന ചിത്രങ്ങൾ വിൽക്കപ്പെടുന്നു എന്നും ഒരു വേള വീടകങ്ങളിൽ പോലും സ്വന്തം വീട്ടിലെ കുടുംബാംഗങ്ങളുടെ ചിത്രങ്ങളെല്ലാം അത്തരത്തിൽ മോർഫ് ചെയ്ത് കട്ട് ചെയ്യുന്ന രൂപങ്ങൾ കാണുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വിഷയത്തെ അത്രത്തോളം ഗൗരവത്തിൽ വായിക്കണമെന്നാണ് ചുരുക്കത്തിൽ സൂചിപ്പിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം വന്നൊരു പത്രവാർത്തയിലെ ചെറിയൊരു ഭാഗം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അത് സോഷ്യൽ ഫബ്ബിംഗ് എന്ന് പറയുന്നൊരു വാർത്തയാണ്. സോഷ്യൽ ഫബ്ബിംഗ് എന്താ? സോഷ്യൽ ഫബ്ബിംഗ് ഒരു കല്യാണ വീട്ടിൽ പോയാൽ, ഒരു പൊതു ഇടത്തിൽ പോയാൽ, ഒരു 4 ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്ത് പോയാൽ ആ ആളുകളെ ഒന്നും ബന്ധപ്പെടാതെ, ഒന്ന് സലാം പറഞ്ഞ് പരിചയപ്പെടാതെ മൊബൈൽ ഫോണിലേക്ക് ചുരുങ്ങുന്ന ഒരവസ്ഥ. അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയപ്പോൾ കാണുന്നത് എക്സസീവായ രൂപത്തിൽ കോവിഡ് അനന്തരം അത് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ വർദ്ധിച്ചതിൻ്റെ കാരണം സൈക്കോളജിക്കലി പഠിക്കുമ്പോൾ കൃത്യമായും മനസ്സിലാവുന്നത് സോഷ്യലി എൻഗേജ് ചെയ്യുന്ന, മറ്റുള്ളവരുമായും ഇടപെടുന്ന ഒരു തലമുറയിൽ നിന്ന് നമ്മൾ ചുരുങ്ങുന്നു എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ ബബിളുകളിലേക്ക് ചുരുങ്ങുന്നു. അവിടെ ഉണ്ടാക്കപ്പെടുന്നത് നാർസിസിസ്റ്റ് ആയിട്ടുള്ള, ഈഗോ സെൻട്രിക് ആയിട്ടുള്ള, സ്വന്തം കാര്യങ്ങൾ മാത്രം ശരിയാണെന്ന് വിശ്വസിക്കുന്ന, അതല്ലാത്ത മറ്റൊരു അഭിപ്രായം എടുക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന, ഏത് രൂപത്തിലുള്ള ആശയങ്ങൾ വന്നാലും എൻ്റെ നിലപാടാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതാണ്. ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വന്നത്, ഇത്രത്തോളം വലിയ അപകടങ്ങൾ കാണപ്പെടുന്ന ഈ സോഷ്യൽ മീഡിയ വിഷയത്തിൽ, ഈ പറയുന്ന മൊബൈൽ ഉപയോഗത്തിൽ കുട്ടികൾക്ക് നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ആവശ്യമല്ല, മറിച്ച് ഇത് അത്യാവശ്യമാണ്, അനിവാര്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായും ആ വിഷയത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു പാതയിൽ നമ്മോടൊപ്പം കൂടെ വേണമെന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ എന്നുള്ളത് നമ്മൾ വീണ്ടും വീണ്ടും ഊന്നി പറയുകയാണ്. ഒരു വേള അത് മുതിർന്നവർ പോലും അത്രയും ഗൗരവത്തിൽ കാണേണ്ട ഒരു സാഹചര്യത്തിൽ ഈ വിഷയത്തെ നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്ന് പ്രതിരോധിക്കുന്ന സാഹചര്യം ഉണ്ടാവണമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.